ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മൾ ചക്കയായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ചക്ക പാൽപ്പൊടിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ചക്കയൊക്കെ ഞാൻ പീസാക്കിയിട്ട് മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ഒരു പാക്കറ്റ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 10 രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ സമയത്ത് എവിടുന്ന എനിക്ക് ചക്കാന്ന്. ഇത് കുറച്ച് മുന്നേ ഞാൻ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 4-5 ഏലക്കായ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഫൈൻ പേസ്റ്റ് പറഞ്ഞ പോലെ നന്നായിട്ട് അരച്ചെടുക്കുക. നമുക്ക് ഐസ് ഉണ്ടാക്കാനുള്ളതാണ് കേട്ടത്. അപ്പോൾ ഞാനിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഐസ് മോൾഡൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നമുക്ക് ഇത്രയും കട്ടി പാടില്ല. നമുക്ക് ഐസ് ആവേണ്ടതല്ലേ. ഇത് ഐസ്ക്രീമിൻ്റെ അത്രയും കട്ടിയായിപ്പോയി. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ലൂസാക്കി ഉണ്ടാക്കണം കേട്ടോ. നമുക്ക് ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ 2 ഇതിൽ നിറച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സ്റ്റിക്കൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ അകത്ത് 2 സെറ്റ് ഉണ്ട്. ഇത് ഞാൻ മീഷോന്ന് വരുത്തിയൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ 2 സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇത് ഒരു രാത്രി ഫുള്ള് വെക്കണം കേട്ടോ. ഒരു രാത്രിയോ 1.5 ദിവസമൊക്കെ വെച്ചാലും കുഴപ്പമില്ല. നമ്മൾ എത്രയും ലൂസാവണോ അത്രയും നമുക്കത് പെട്ടെന്ന് ഐസായി കിട്ടും. അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ വെച്ച് പിറ്റേ ദിവസം വൈകുന്നേരത്താണ് കേട്ടോ എടുത്തത്. രാത്രിയാണ് എടുത്തത്, ആവാൻ വൈകിയതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ പതുക്കെ ഒന്നൊന്ന് ഊരി മാറ്റുകയാണ്. പലതും സക്സസ് ആയില്ല കേട്ടോ. അപ്പോൾ ഇത് കട്ടി കൂടുതലാവുകൊണ്ടാണ്, ജ്യൂസിന് കട്ടി കൂടുതലാവുകൊണ്ടാണ് അതിങ്ങനെ ആയത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. അവർ 2 ആളും അതിരുന്ന് കഴിച്ച്. ആ 2 മോൾഡ് അത് അപ്പം തന്നെ രാത്രി കഴിച്ചു. അപ്പോൾ കുറേയൊക്കെ നമ്മളിത് മാവ് ലൂസാക്കി കൊടുക്കണം കേട്ടോ അതിൻ്റെ ജ്യൂസ്. എന്നാലേ നമുക്കത് പെട്ടെന്ന് ഐസായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു സെറ്റ് കഴിഞ്ഞ് അടുത്ത സെറ്റും പരീക്ഷിക്കുകയാണ്. അപ്പോൾ അവരെന്നെ ഊരിയെടുക്കുക, കിട്ടുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ ഊരിയെടുത്ത്